Hi friends, welcome back. EyePlus TV ഒരു മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അതായത് റിമോട്ടിന് പകരം ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് EyePlus TVനെ കൺട്രോൾ ചെയ്യാം. പേഴ്സണലി ഈ മൊബൈൽ ആപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. യൂഷ്വലി എന്തെങ്കിലും സെക്യൂരിറ്റി ബ്രീച്ച് ഉള്ളപ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ സ്വന്തം റിസ്കിൽ വേണം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പഴയ മൊബൈലിലാണ് ഞാൻ ഇത് ട്രയൽ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ മൊബൈലിനെ ടി വിയുമായി കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് റിമോട്ട്. ഇത് ടി വിയിൽ ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആയിരിക്കും. ഇത് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു QR കോഡ് കിട്ടും. ഈ QR കോഡ് നമ്മളുടെ മൊബൈലിലെ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും QR കോഡ് റീഡർ യൂസ് ചെയ്തോ സ്കാൻ ചെയ്യുക. അപ്പോൾ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് എത്താം. ഈ ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മളുടെ സ്വന്തം റിസ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മളുടെ മൊബൈലിലെ റിമോട്ട്. ആദ്യമേ തന്നെ നമ്മളുടെ മൊബൈലും TVയും സെയിം വൈഫൈ നെറ്റ്വർക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ TVയുടെ നെയിം ഇതിനകത്ത് കാണിക്കും. അത് തന്നെയാണോ TVയുടെ നെയിമെന്ന് ഒന്ന് കൺഫേം ചെയ്യുക. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും, കാരണം നമ്മളെ വീട്ടിൽ ഒരു TV മാത്രമല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ആ ബട്ടണിൽ പ്രസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. നമ്മളുടെ മൊബൈൽ കണക്റ്റഡ് ആയി. ഇനി നമ്മളുടെ മൊബൈൽ നമുക്ക് TVയുടെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാം. നമ്മളെ TVയിലെ റിമോട്ടിലുള്ളതുപോലെ കുറേ ബട്ടൺസ് നമുക്ക് മൊബൈലിലും കാണാം. വോളിയം കൺട്രോൾ ചെയ്യാനുള്ള വോളിയം അപ്പ്, വോളിയം ഡൗൺ, മെനു, ഹോം, റിട്ടേൺ, അപ്പ്, ഡൗൺ, റൈറ്റ്, ലെഫ്റ്റ്, പിന്നെ മ്യൂട്ട് ബട്ടൺ, ഇത് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്. ഇതിനകത്ത് പ്രസ് ചെയ്യുന്നുണ്ട് നമ്മുടെ TVയുടെ ഡിഫോൾട്ട് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ആയി വരും. പിന്നെ അതിനകത്ത് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കീബോർഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൽഫബറ്റ്സ് ഫുള്ള് വരും. അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇത് ടച്ച് പാഡാണ്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെയൊക്കെ ടച്ച് പാഡില്ലേ, അതേ സെയിം ഫങ്ഷനാലിറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയ ലാഗൊന്നുമില്ല. സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ചേഞ്ച് TVയിൽ കാണാൻ പറ്റും അല്ലേ. ഈ വോയിസ് ബട്ടൺ ഉണ്ടല്ലോ, അതെന്തിനാണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനകത്ത് പ്രസ് ചെയ്ത് നോക്കി, വോയിസ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നോക്കി, ഒരു രക്ഷയില്ല. അത് മാത്രം വർക്കായിട്ടില്ല കേട്ടോ. ഈ താഴെയുള്ള ടൂൾ കിറ്റിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ ആപ്പ് സെൻറ്റർ നമുക്ക് കാണാം. അതിൽ നമ്മുടെ TVയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ലിസ്റ്റ് ചെയ്ത് വരും. ഏത് ആപ്ലിക്കേഷൻ വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ആപ്ലിക്കേഷൻ TVയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്താ പൊളിയല്ലേ? എന്തായാലും ഈ ആപ്ലിക്കേഷൻ നല്ല യൂസ്ഫുൾ തന്നെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EyePlus TVയുടെ കുറച്ച് ഹെൽപ്പിംഗ് ടിപ്സ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. സോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.